പൊണ്ണത്തടിക്കെതിരായ പ്രചരണത്തിന് നടൻ മോഹൻലാൽ അടക്കം 10 പേരെ നാമനിർദ്ദേശം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ നടത്തിയ പ്രതിവാര റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിലായിരുന്നു അമിതവണ്ണത്തിനെതിരായ പ്രചരണങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത്. രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 10 പേരെയാണ് മോദി ഇതിനായി നാമനിർദ്ദേശം ചെയ്തത്. മൻ കി ബാത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്ന് അദ്ദേഹം ജനങ്ങളെ ബോധിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് പൊണ്ണത്തടിക്കെതിരായ പ്രചരണത്തിനും അദ്ദേഹം ആഹ്വാനം ചെയ്തത്. അമിതവണ്ണത്തിന് എതിരായ പോരാട്ടം ശക്തിപ്പെടുത്തണമെന്നും ഭക്ഷണത്തിലെ എണ്ണയുടെ ഉപയോഗം കുറയ്ക്കുന്നതിനുള്ള അവബോധം പ്രചരിപ്പിക്കണമെന്നും മോദി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഭോജ്പുരി ഗായകനും നടനുമായ നിരാഹുവ, ഷൂട്ടിംഗ് ചാമ്പ്യൻ മനു ഭാക്കർ, ഭാരോദ്വഹന താരം മീരാബായ് ചാനു, ഇൻഫോസിസ് സഹസ്ഥാപകനായ നന്ദൻ നിലേഖനി, നടൻ ആർ മാധവൻ, ഗായിക ശ്രേയ ഘോഷാൽ, സുധാമൂർത്തി, ജമ്മു കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള, വ്യവസായി ആനന്ദ് മഹീന്ദ്ര എന്നിവരാണ് പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്ത മറ്റ് വ്യക്തികൾ. ഭക്ഷണത്തിൽ എണ്ണ കുറയ്ക്കുന്നതും അമിതവണ്ണം കൈകാര്യം ചെയ്യുന്നതും വ്യക്തിപരമായ തീരുമാനമല്ലെന്നും കുടുംബത്തോടുള്ള ഉത്തരവാദിത്തം കൂടിയാണെന്നും മോദി ചൂണ്ടിക്കാട്ടി. ഡെറാഡൂണിൽ ദേശീയ ഗെയിംസിന്റെ ഉദ്ഘാടന വേളയിൽ അമിതവണ്ണം എന്ന വിഷയം ഞാൻ ഉന്നയിച്ചിരുന്നു. ഇത് രാജ്യത്ത് ഒരു പുതിയ ചർച്ചയ്ക്ക് തുടക്കമിട്ടിരിക്കുന്നു. ആരോഗ്യമുള്ള രാജ്യമുണ്ടാകണമെങ്കിൽ അമിതവണ്ണത്തെ നമ്മൾ തീർച്ചയായും കൈകാര്യം ചെയ്യണമെന്ന് മോദി പറഞ്ഞു. കഴിഞ്ഞ കുറെ വർഷങ്ങളായി അമിതവണ്ണ കേസുകൾ ഇരട്ടിയായെന്നും കുട്ടികളിൽ പോലും അമിതവണ്ണം 4 മടങ്ങായി വർദ്ധിക്കുന്നത് ആശങ്കാജനകമാണെന്നും നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടി. നിലവിൽ നാമനിർദ്ദേശം ചെയ്തവർ 10 പേരെ കൂടി പ്രചരണത്തിനായി നാമനിർദ്ദേശം ചെയ്യണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശരീരത്തിലെ കൊഴുപ്പ് അമിതമായി അടിഞ്ഞുകൂടുന്നതും പ്രമേഹം, ഹൃദ്രോഗം, രക്താതിമർദ്ദം, ചിലതരം അർബുദങ്ങൾ തുടങ്ങിയ വിട്ടുമാറാത്ത രോഗങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നതുമായ സങ്കീർണമായ ഒരു ആരോഗ്യ അവസ്ഥയാണ് പൊണ്ണത്തടി. ഉദാസീനമായ ജീവിതശൈലി, അനാരോഗ്യകരമായ ഭക്ഷണക്രമം, ജനിതക ഘടകങ്ങൾ, ഹോർമോൺ അസന്തുലിതാവസ്ഥ എന്നിവയാണ് ഇതിന് കാരണം. സംസ്കരിച്ച ഭക്ഷണങ്ങൾ, പഞ്ചസാര പാനീയങ്ങൾ, ഫാസ്റ്റ് ഫുഡ് എന്നിവയുടെ ഉയർന്ന ഉപഭോഗം ഉൾപ്പെടെയുള്ള മോശം ഭക്ഷണ തിരഞ്ഞെടുപ്പുകൾ ശരീരഭാരം വർദ്ധിപ്പിക്കുന്നതിന് ഗണ്യമായ സംഭാവന നൽകുന്നു. എണ്ണയിൽ കലോറി കൂടുതലായതിനാൽ അമിതമായ എണ്ണ ഉപയോഗം പൊണ്ണത്തടിക്ക് ഒരു പ്രധാന സംഭാവന നൽകുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും മോദിയുടെ പുതിയ നീക്കം കൊള്ളാം. എന്നാൽ ഇതിനു പുറകിലുള്ള ലക്ഷ്യം എന്തെന്ന് കണ്ടെത്താനാണ് മറ്റു പാർട്ടികൾ ശ്രമിക്കുന്നത്. അതേസമയം വനിതാ ദിനമായ മാർച്ച് 8-ന് തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുക വിവിധ വനിതകളായിരിക്കുമെന്ന് മോദി അറിയിച്ചിരിക്കുകയാണ്. മൻ കി ബാത്തിലായിരുന്നു മോദി ഇക്കാര്യം പറഞ്ഞത്. വിവിധ മേഖലകളിലെ സ്ത്രീകളുടെ വർദ്ധിച്ചുവരുന്ന പങ്കാളിത്തത്തെ പ്രധാനമന്ത്രി പ്രശംസിച്ചു. സ്ത്രീകളുടെ അജയ്യമായ നേട്ടങ്ങളെ ഈ അവസരത്തിൽ ആഘോഷിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമെന്നും മോദി പറഞ്ഞു. അന്നേ ദിവസം തന്റെ സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളിൽ വിവിധ രംഗത്ത് മുന്നേറിയ സ്ത്രീകളുടെ അനുഭവങ്ങളും നേട്ടങ്ങളും പങ്കുവയ്ക്കുമെന്ന് മോദി പറഞ്ഞിരിക്കുകയാണ്. മാർച്ച് 8-ന് തന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഏറ്റെടുക്കുന്ന സ്ത്രീകൾ അവരുടെ ജോലിയും അനുഭവങ്ങളും രാജ്യവുമായി പങ്കിടുമെന്ന് അദ്ദേഹം പറഞ്ഞു. നമോ ആപ്പ് വഴി ഈ പ്രത്യേക സംരംഭത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി വനിതകളെ ക്ഷണിക്കുകയും അവരുടെ സന്ദേശങ്ങൾ ലോകമെമ്പാടും പ്രചരിപ്പിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്തു. ഈ അവസരം നിങ്ങളുടേതാകണമെങ്കിൽ നമോ ആപ്പിൽ സൃഷ്ടിച്ച പ്രത്യേക ഫോറം വഴി ഈ പരീക്ഷണത്തിന്റെ ഭാഗമാകൂ. എന്റെ എക്സ്, ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളിലൂടെ നിങ്ങളുടെ സന്ദേശം ലോകമെമ്പാടും പ്രചരിപ്പിക്കുക. അതിനാൽ ഈ വനിതാ ദിനത്തിൽ നമുക്ക് സ്ത്രീകളുടെ അജയ്യമായ ശക്തിയെ ആഘോഷിക്കാം, ബഹുമാനിക്കാം എന്നാണ് മോദി പറഞ്ഞത്.